കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളത് പറഞ്ഞു. പ്രോബബിലിറ്റിയുടെ ക്ലാസിക്കൽ ഡെഫിനിഷൻ പറഞ്ഞു. പ്രോബബിലിറ്റി ഓഫ് എനി ഈവന്റ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് കുറച്ചുകൂടെ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഉള്ള ഡിഫറൻസ് ഇങ്ങനെയാണ്. What is the probability of getting 3 white balls? 3 white ball ആണ് നമുക്ക് കിട്ടാനുള്ളത്. In a draw of 3 balls, 3 balls draw ചെയ്യുമ്പോൾ 3 white ball വരണം. From a box containing 5 white and 4 black balls. അതായത് ഒരു ബോക്സില് 5 വൈറ്റും 4 ബ്ലാക്ക് ബോൾസും ഉണ്ട്. ഇതിൽ നിന്ന് 3 ബോൾസ് ഡ്രോൺ ചെയ്യണം. 3 ബോൾസ് ഡ്രോൺ ചെയ്യുമ്പോൾ ഈ 3യും വൈറ്റ് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം തന്നെ ഒരു വൈറ്റ് ബോൾ കിട്ടുക, ഒരു ബ്ലാക്ക് ബോൾ കിട്ടുക, ഒരു കിങ്, ഒരു ക്യൂണ്, അങ്ങനെ എല്ലാം ഒന്ന് എന്ന് വെച്ചിട്ടാണ് ചോദിച്ചത്. അതേസമയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങളിലെല്ലാം തന്നെ ഒന്നിൽ കൂടുതൽ ഈവന്റ് ഹാപ്പൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്നിൽ കൂടുതലാണെങ്കിൽ എങ്ങനെയാണ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു ബോക്സിൽ 5 വൈറ്റും 4 ബ്ലാക്കും 5ഉം 4ഉം കൂടെ സം ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര? 9 ബോൾസ് ആണ് ഒരു ബോക്സിലുള്ളത്. ഇതിൽ നിന്ന് 3 എണ്ണം ഡ്രോ ചെയ്യണം. അപ്പൊ ഒന്നിൽ കൂടുതൽ. ഈ എടുക്കുന്ന 3ഉം ഏത് കളർ ആവണം? വൈറ്റ് കളർ ആവണം. സോ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈറ്റ് ആണ് വരേണ്ടത്. വൈറ്റ് ഈ ബോക്സിൽ എത്ര എണ്ണം ഉണ്ട്? 5 വൈറ്റ് ആണ് ഉള്ളത്. 5 വൈറ്റിൽ നിന്ന് എത്ര ബോൾസ് സെലക്ട് ചെയ്യേണ്ടത്? 3 ബോൾസ് സെലക്ട് ചെയ്യണം. സോ നമ്മളിവിടെ C3 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ടോട്ടൽ എത്രയാണ്? 5ഉം 4ഉം കൂടി കൂട്ടിയപ്പോൾ 9. 9 ബോളിൽ നിന്നാണ് നമ്മൾ 3 എണ്ണം സെലക്ട് ചെയ്യേണ്ടത്. സോ 5C3 ഡിവൈഡഡ് ബൈ 9C3 ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കുക. ഇനി 5C3ക്ക് വാല്യൂ ഉണ്ട്. അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത് എന്ന് വെച്ചാല് NCX ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്. NCX ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് x ഫാക്ടോറിയൽ. ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്. അപ്പൊ നോക്കൂ, ഇവിടെ 5C3 ആണ്. സോ 5C3 ഈക്വൽ ടു n പ്ലേസിൽ ഇവിടെ എത്രയാ? 5 ആണ്. n ഫാക്ടോറിയൽ പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സിന്റെ പ്ലേസിൽ ഇവിടെ ആരാണ്? 3 ആണുള്ളത്. സോ 3 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ്. ന്റെ പ്ലേസിൽ 5. സോ 5 മൈനസ് എക്സിന്റെ പ്ലേസിൽ 3 ഫാക്ടോറിയൽ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ഫാക്ടോറിയൽ ആണ്. ഇനി ചെയ്യാനുള്ളത് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാല് 1 മുതല് ഏത് നമ്പറാണോ ഇവിടെയുള്ളത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 അതുവരെയുള്ള കണ്ടിന്യൂഡ് പ്രോഡക്റ്റിനെയാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ഇനി ഇവിടെ ആരുണ്ട്? 3 ഫാക്ടോറിയൽ. അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? 1 ഇൻറ്റു 2 ഇൻറ്റു 3. ദെൻ പിന്നെയുള്ളത് ആരാണ്? 2 ഫാക്ടോറിയൽ. സോ 1 ഇൻറ്റു 2 എന്നതിന് ശേഷം ന്യൂമറേറ്ററിലും 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഉണ്ട്. ഡിനോമിനേറ്ററിലും 1 ഇൻറ്റു 2 ഇൻറ്റു 3 കട്ട് ചെയ്തു. 2 4 2 ടൈംസ്. 2 ഇൻറ്റു 5 എത്രയാണ്? 10.
ഓക്കെ, ഡിവൈഡഡ് ബൈ 9C3. 9C3യുടെ വാല്യൂ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. 9C3 ഈക്വൽ ടു എങ്ങനെ എഴുതും? 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 9 മൈനസ് 3 ഫാക്ടോറിയൽ. അതായത് n-ന്റെ പ്ലേസിൽ 9 ആണ്, x-ന്റെ പ്ലേസിൽ 3 ആണ്. അപ്പോ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് x ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 9 ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9. ഏത് നമ്പറാണോ ഇവിടെയുള്ളത് 1 മുതൽ ആ നമ്പർ വരെയുള്ള കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ആണ്. ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 9 മൈനസ് 3. 9 മൈനസ് 3 പറഞ്ഞാൽ എത്രയാ? 6. 6 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6. ദെൻ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഇത്രയും ടേംസ് ഉണ്ട്, കട്ട് ചെയ്തു. പിന്നെ ആരൊക്കെ ഉള്ളൂ നോക്കൂ ന്യൂമറേറ്ററില്? 7 ഇൻറ്റു 8 ഇൻറ്റു 9 ന്യൂമറേറ്ററിലുണ്ട്. ഡിനോമിനേറ്ററില് 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ എന്ത് വരുന്ന? 2 8ല് 4 ടൈംസ് പോവും, 9 3ല് 3 ടൈംസ് പോവും. 7 ഇൻറ്റു 4 ഇൻറ്റു 3 9C3യുടെ വാല്യൂ 84 ആണ്. അപ്പൊ ഒന്നുകിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കാം. അല്ല സിംപ്ലിഫൈ ചെയ്യാൻ അറിയുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഭാഗത്തേക്ക് പോവുക. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഐറ്റംസ് സെലക്ട് ചെയ്യുമ്പോഴുള്ള പ്രോബബിലിറ്റി ചോദിച്ചാൽ ഈ മെത്തേഡാണ് ചെയ്യാനുള്ളത്. എ ബോക്സ് കണ്ടെയ്നിങ് 10 റെഡ് ബോൾസ്, 20 blue balls and 30 green balls. 5 balls are drawn from the box. What is the probability that all will be blue? ഒരു ബോക്സില് 10 റെഡ്, 20 ബ്ലൂ, 30 ഗ്രീൻ ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇതിൽ നിന്ന് 5 ബോൾസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഈ 5 ബോൾസ് സെലക്ട് ചെയ്യുമ്പോൾ 5 ആർ ബ്ലൂ ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, സെലക്ട് ചെയ്യുന്നത് ഒരെണ്ണം അല്ല, ഒന്നിൽ കൂടുതലാണെങ്കിൽ കോമ്പിനേഷന്റെ റൂൾ യൂസ് ചെയ്യണം. കോമ്പിനേഷൻ പറഞ്ഞാൽ തൊട്ട് മുമ്പേ നമ്മൾ ചെയ്ത പോലെ നോക്കൂ, ടോട്ടൽ എത്ര ബോൾസ്? 60 ബോൾസ് ആണ് ഉള്ളത്. പ്രോബബിലിറ്റി ഓഫ് ഓൾ ആർ ബ്ലൂ ഈക്വൽ ടു, ഇവിടെയും എന്ത് തന്നെയാണ്? ക്ലാസിക്കൽ ഡെഫിനിഷൻ തന്നെയാണ്. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. അപ്പൊ എത്ര കേസസ് ഇതില് ബ്ലൂ ബോൾ ഉണ്ട് എന്ന് നോക്കുക. അതായത് നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് എത്രയാണ്? 20 ആണ്. ഈ 20യിൽ നിന്നാണ് എന്ത് ചെയ്യാനുള്ളത്? 5 എണ്ണം സെലക്ട് ചെയ്യാനുള്ളത്. 5 എവിടെ നിന്ന് വന്നു? ഈ 5 ബോൾസിൽ നിന്നാണ് 5 എന്ന് എഴുതിയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ബോക്സിലെ ടോട്ടൽ കണ്ടന്റ് എത്രയാണ്? 60 ബോൾസ് ആണ്. ഇതിൽ നിന്നാണ് 5 എണ്ണം സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ അറിയുന്നുവെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഉത്തരം ഇങ്ങനെ എഴുതിയാൽ മതിയാകും. നെക്സ്റ്റ് വൺ, 4 cards are drawn from a well shuffled deck of 52 cards. What is the probability of obtaining 3 spade and 1 diamond? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 52 കാർഡ്സ് ഉള്ള ഇടത്ത് നിന്നും എത്ര കാർഡ്സിനെ സെലക്ട് ചെയ്യണം? 4 കാർഡ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഈ 4 കാർഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റൈനിങ് 3 സ്പെയ്ഡും കിട്ടാനുണ്ട്. കൂട്ടത്തില് ആരും കൂടെ വരണം? ഒരു ഡയമണ്ട് കൂടി കിട്ടണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 52 കാർഡ്സ് ഉണ്ടെങ്കിൽ ഈ 52 കാർഡ്സിന്റെ പ്രത്യേകതകൾ പറഞ്ഞു തന്നു, കളറിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ എത്ര കിങ്, എത്ര ക്യൂണ്, എത്ര സ്പേഡ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു. അപ്പൊ ഈ 52 കാർഡ്സിൽ നിന്ന് 3 സ്പേഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ
ഇതിൽ എത്ര സ്പേഡ് ഉണ്ടാവുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 13 സ്പേഡ് ഉണ്ട്. 13 സ്പേഡിൽ നിന്ന് എത്ര എണ്ണം കിട്ടണം? 3 എണ്ണം കിട്ടണം. സോ 13C3 13 സ്പേഡിൽ നിന്ന് കിട്ടാനുള്ളത് എത്ര എണ്ണമാണ്? 3 എണ്ണം സെലക്ട് ചെയ്യണം. ഇനി അതിന്റെ കൂടെ ടോട്ടൽ നമ്മൾ എത്ര കാർഡ്സ് എടുക്കണ? 4 കാർഡാണ് എടുക്കുന്നത്. അതിൽ 3 എണ്ണത്തിന്റെ കാര്യം ഇവിടെ ആയുള്ളൂ. ഇനി ഒരെണ്ണം എന്താവണം? ഡയമണ്ട് ആവണം. അപ്പൊ ഡയമണ്ട്, എത്ര ഡയമണ്ട് ഉണ്ട് നമുക്ക് ഇവിടെ? 13 ഡയമണ്ട് ഉണ്ട്. ഈ 13 ഡയമണ്ടിൽ നിന്ന് എത്ര എണ്ണം വരണം? ഒരെണ്ണമാണ് കിട്ടാനുള്ളത്. 13C1 ഒരു ഡയമണ്ട് ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ടോട്ടൽ എടുത്തിരിക്കുന്നത് 3, 1, 4 4 കാർഡ്സ് ആണ് എടുക്കുക. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. മൊത്തം എത്ര കാർഡ് ഉണ്ട്? 52 കാർഡ് ഉണ്ട്. ഇതിൽ നിന്ന് എടുത്തത് എത്രയാണ്? 4 എണ്ണമാണ്. ഓക്കെ, അപ്പൊ ഈ കാർഡിന്റെ കോമ്പിനേഷൻ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. 13 സ്പേഡ്, 13 ഡയമണ്ട്, പിന്നെ എന്താണ്? 13 ഹാർട്ട്, പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ 13 ക്ലാബ്. ഈ വക കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതാണ് വീണ്ടും ഡിസ്കസ് ചെയ്യാതിരുന്നത്. 2015 സെപ്റ്റംബറിൽ വന്ന ക്വസ്റ്റ്യൻ. A class has decided to celebrate National Statistics Day on June 29. The class has 25 students, including 15 girls. It is decided to pick a group of 5 students to assign the responsibility of making all the arrangements. What is the probability that this group consists of? 3 ക്വസ്റ്റ്യൻസ് അതിന്റെ കൂടെയുണ്ട്. ഓൾ ഗേൾസ്, സെക്കൻഡ് വൺ ഓൾ ബോയ്സ്, തേർഡ് വൺ 2 ഗേൾസ് ആൻഡ് 3 ബോയ്സ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ജൂൺ 29 ഒരു ക്ലാസ് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആ ക്ലാസ്സില് 25 കുട്ടികളിൽ 15 ഗേൾസ് ആണ് ഉള്ളത്. ടോട്ടൽ 25 സ്റ്റുഡൻസില് 15 ഗേൾസ് ആണ് എന്ന് പറയുമ്പോൾ റിമൈനിങ് ബോയ്സ് ആണ്. റിമൈനിങ് എത്ര വരും? 10 ബോയ്സ് ഉണ്ട്. ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു പിക്ക് എ ഗ്രൂപ്പ് ഓഫ് 5 സ്റ്റുഡൻസ്. ഇതിൽ നിന്ന് 5 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യണം. ടു അസൈൻ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മേക്കിംഗ് ഓൾ ദ അറേഞ്ച്മെന്റ്സ്. എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യാൻ വേണ്ടി 25 കുട്ടികളുള്ള ഗ്രൂപ്പിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യുമ്പോൾ ഈ 5 ആള്, ആദ്യത്തെ ചോദ്യം എല്ലാവരും ഗേൾസ് ആവാനുള്ള ചാൻസ് ഏതാണ് എന്നുള്ളതാണ്. ഇവിടെയും സെലക്ട് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ഐറ്റം ആണ്. ഒന്നിൽ കൂടുതലാണെങ്കിൽ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യാനുള്ളത്. ഇനി ഓൾ ഗേൾസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്. എത്ര ഗേൾസ് ഉണ്ട്? 15 ഗേൾസ് ആണ്. ഈ 15ൽ നിന്നാണ് എത്ര പേരെ സെലക്ട് ചെയ്യേണ്ടത്? 5 ആളെ സെലക്ട് ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ടോട്ടൽ എത്ര പേരുണ്ട്? 25 പേരുണ്ട്. ഈ 25 പേരിൽ നിന്നാണ് 5 പേരെ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ? ദെൻ അതിലുള്ള രണ്ടാമത്തെ ചോദ്യം, പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ഓൾ ബോയ്സ്. സെലക്ട് ചെയ്യുന്നത് എല്ലാവരും ബോയ്സ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇവിടെയും നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്. നമ്പർ ഓഫ് ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ ബോയ്സ് ആണ് ഇവിടെ ചോദ്യം. അപ്പൊ എത്ര ബോയ്സ്? 10 ബോയ്സ് ആണുള്ളത്. ഇതിൽ നിന്ന് എത്ര പേരെ സെലക്ട് ചെയ്യണത്? 5 പേരെ സെലക്ട് ചെയ്യണു. ആ 5 ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന 5. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. അതായത് 25 പേരിൽ നിന്നാണ് 5 പേരെ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ? ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ചെയ്യുന്ന ആളുകളിൽ 2 ഗേൾസും വരണം, 3 ബോയ്സും കിട്ടണം. പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 2. ആദ്യം നോക്കൂ, 2 ഗേൾസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. എത്ര ഗേൾസ് ഉള്ളതില്? 15 ഗേൾസ് ഉണ്ട്. ഈ 15 ഗേൾസിൽ നിന്ന് എത്ര പേര്? 2 പേര്. അപ്പൊ എങ്ങനെ എഴുതാം നമ്മള്? 15ൽ നിന്ന് നമുക്ക് വേണ്ടത് 2 പേര് വരണം.
ദെൻ റിമൈനിങ് ബാക്കി എത്രയാണ്? 3 ബോയ്സ്. അപ്പൊ 3 ബോയ്സ് എത്ര ബോയ്സിൽ നിന്നാണ് വരേണ്ടത്? 10 ബോയ്സിൽ നിന്ന്. 10 ബോയ്സിൽ നിന്ന് 3 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 25 പേരിൽ നിന്നാണ് നമ്മള് 5 ആളെ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, 2 ഗേൾസും 3 ബോയ്സും, 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ എത്ര പേരെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ? 5 പേരെയെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ? ഇനി പറ്റുമെങ്കിൽ മാത്രം ഇത് സിംപ്ലിഫൈ ചെയ്യാം, നിർബന്ധമേ ഇല്ല. ഇങ്ങനെ എഴുതി നിർത്തിയാലും നിങ്ങൾക്ക് മാർക്ക് തരും. സെപ്റ്റംബർ 2016 ചോദ്യം. എ ബോക്സ് കണ്ടെയ്ൻ 40 non-defective mangoes and 10 defective mangoes. 4 mangoes are selected at random. Calculate the probability for all are non-defective. Second one, all are defective. ഒരു ബോക്സില് 40 നോൺ ഡിഫക്റ്റീവ് മാംഗോസ് ഉണ്ട്, 10 എണ്ണം ഡിഫക്റ്റീവ് ആണ്. ഇപ്പൊ ടോട്ടൽ എത്ര മാംഗോസ്? 50 മാംഗോസിൽ നിന്ന് എത്ര എണ്ണമാണ് സെലക്ട് ചെയ്യുന്നത്? 4 മാംഗോസ് സെലക്ട് ചെയ്യണം. ഈ 4 മാംഗോസ് സെലക്ട് ചെയ്യുമ്പോൾ ഓൾ ആർ നോൺ ഡിഫക്റ്റീവ്, സെലക്ട് ചെയ്യുന്ന എല്ലാം നോൺ ഡിഫക്റ്റീവ്. നോൺ ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാല് കേട് വരാൻ പാടില്ല. കേട് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? നല്ലതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് പ്രോബബിലിറ്റി ഓഫ് ഓൾ ആർ നോൺ ഡിഫക്റ്റീവ് ഈക്വൽ ടു എത്ര കേസ് ഫേവറബിൾ ആയിട്ടുണ്ട്? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 40 എണ്ണമാണ് നോൺ ഡിഫക്റ്റീവ്. സോ സെലക്ട് ചെയ്യുന്നത് എന്താവണം? ഈ 40ൽ നിന്ന് എത്ര എണ്ണമാണ് സെലക്ട് ചെയ്യാൻ പറയുന്നത്? 4 എണ്ണമാണ്. 4 എണ്ണം പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ കോമ്പിനേഷൻ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ 40ൽ നിന്ന് 4 എണ്ണം സെലക്ട് ചെയ്യണം. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഈ ബാഗില് അല്ലെങ്കിൽ ഈ ബോക്സില് എത്ര മാംഗോസ് ഉണ്ട്? 50 മാംഗോസിൽ നിന്നാണ് എത്ര എണ്ണം സെലക്ട് ചെയ്യേണ്ടത്? 4 എണ്ണം സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിലെ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെലക്ട് ചെയ്യുന്ന എല്ലാം തന്നെ ഓൾ ആർ ഡിഫക്റ്റീവ്. സെലക്ട് ചെയ്ത എല്ലാം ഡിഫക്റ്റീവ് ആവണം, കേടുള്ളതാവണം. സോ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്, കേടുള്ളത് എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണമാണ് ഡാമേജ്. ഈ 10ൽ നിന്നായിരിക്കണം എത്ര എണ്ണം സെലക്ട് ചെയ്യേണ്ടത്? 4. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ടോട്ടൽ എത്രയാണ്? ടോട്ടൽ മാംഗോസ് എത്രയുള്ളത്? 50ൽ നിന്ന് 4 എണ്ണം സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ സിംപ്ലിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അറിയാമെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയാക്കി നിർത്തുക. ഇവിടെ ചെയ്യാതിരിക്കാൻ കാരണം വീഡിയോ ലെങ്തി ആവണ്ട എന്ന് കരുതിയിട്ടാണ്. ഈ സിംപ്ലിഫിക്കേഷൻ അറിയണം എന്നുള്ളവര് പറയുക. അന്നേരം നമ്മൾ മറ്റൊരു ക്ലാസ്സില് സിംപ്ലിഫിക്കേഷൻ മാത്രമായിട്ട് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഇത് ടു ലെങ്തി ആയി പോകും. ഓക്കെ, മാർച്ച് 2017 ചോദ്യം. ഇൻ എ ഫാക്ടറി there are 6 skilled workers and 4 unskilled workers. What is the probability that a worker selected is skilled worker? Second one, the 2 workers selected are unskilled. അതായത് ഒരു ഫാക്ടറിയില് 6 സ്കിൽ വർക്കേഴ്സും ഉണ്ട്, 4 അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സും ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര പേര്? 10 വർക്കേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ആദ്യത്തെ ചോദ്യം പറയുന്നത് എ വർക്കർ, ഒരു വർക്കറെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ സ്കിൽ വർക്കർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തത് ഒരു സ്കിൽ വർക്കറെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ്. അപ്പൊ ഒരാളായതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇതിലെ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എത്രയാണെന്ന് നോക്കുക. എത്ര സ്കിൽ ചെയ്ത ആൾക്കാരുണ്ട്? 6. സോ 6C1 എഴുതാം, പ്രശ്നമില്ല. 6C1 എന്ന് പറഞ്ഞാലും 6 എന്ന് പറഞ്ഞാലും സെയിം ആൻസർ ആണ് കിട്ടുക.
divided by number of favorable cases divided by total number of cases. ടോട്ടൽ എത്രയാണ്? 6 4 10 പേരാണ് ഉള്ളത്. ഈ 10ൽ നിന്ന് എത്ര പേരെ സെലക്ട് ചെയ്യണം? ഒരാളെ സെലക്ട് ചെയ്യണം. സോ 6C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 തന്നെയാണ്, 10C1 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. ഒന്നുകിൽ 6/10 എഴുതാം, അല്ലെങ്കിൽ 6C1/10C1 എഴുതാം. ക്ലിയർ? ഇതിലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 2 അൺസ്കിൽഡ് വർക്കേഴ്സ്. സെലക്ട് ചെയ്യുന്ന രണ്ടുപേരും എന്താവണം? അൺസ്കിൽ ആവണം. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എത്ര പേര് അൺസ്കിൽ ഉണ്ട്? 4 പേരാണ് അൺസ്കിൽ ഉള്ളത്. ഇതിൽ നിന്ന് എത്ര പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്? 2. ഒന്നിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും നമ്മള്? 4C2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 6 4 കൂടെ കൂട്ടുക 10C2. ഓക്കെ. ജൂലൈ 2017 ചോദ്യം. Out of 25 employees of a company, 5 are engineers, 3 employees are selected at random. What is the probability that all the 3 are engineers? Second one, none of them is an engineer. അതായത് 25 എംപ്ലോയേഴ്സ് ഉള്ള കമ്പനിയില് 5 പേര് എഞ്ചിനീയർ ആണ്. അങ്ങനെയെങ്കിൽ ബാക്കി എത്ര പേര് എഞ്ചിനീയേഴ്സ് അല്ല? 20 പേര്. അപ്പൊ നോക്കൂ, ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 25 കിട്ടി. ഇനി ഇതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. 3 employees are selected. 3 പേരെ സെലക്ട് ചെയ്യുമ്പോൾ അതിലെ ആദ്യത്തെ ചോദ്യം all the 3 are engineers. ഫസ്റ്റ് വൺ, 3 പേരും എഞ്ചിനീയേഴ്സ് ആവണം. സോ ഇവിടെയും ക്ലാസിക്കൽ ഡെഫിനിഷൻ തന്നെയാണ് നോക്കുന്നത്. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എഞ്ചിനീയേഴ്സ്. ഇതിൽ എത്ര എണ്ണം എഞ്ചിനീയേഴ്സ് ഉണ്ട്? 5 ആണ് എഞ്ചിനീയേഴ്സ് ഉള്ളത്. ഈ 5ൽ നിന്ന് വേണം എത്ര പേരെ സെലക്ട് ചെയ്യാൻ? 3 പേരെ സെലക്ട് ചെയ്യാൻ. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഇതിൽ എത്ര പേര് ടോട്ടൽ ഉണ്ട്? 25 എംപ്ലോയീസിൽ നിന്നാണ് 3 പേരെ സെലക്ട് ചെയ്യുന്നത്. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നൺ ഓഫ് ദം ഈസ് ആൻ എഞ്ചിനീയർ. സെലക്ട് ചെയ്യുന്ന ആരും എഞ്ചിനീയർ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എഞ്ചിനീയർ അല്ലാത്തത് എത്ര പേരുണ്ട് നോക്കുക. 20 പേരാണുള്ളത്. ഇതിൽ നിന്ന് എത്ര പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്? 3 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. 20C3 ഡിവൈഡഡ് ബൈ എത്ര പേര്? ഔട്ട് ഓഫ് എത്ര പേരിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്? 25. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 25C3. ഓക്കെ. 3 letters are selected from the letters of the word assassinations. What is the probability that all are yes? Second one, 2 are A and 1 is N. Last one, exactly 1 is I. ഓരോന്നായി നോക്കാം. അസാസിനേഷൻ. ഈ തന്നിരിക്കുന്ന വേർഡില് A 3 എണ്ണം ഉണ്ട്. 1 2 3 യെസ്. 1 2 3 4 5 യെസ് ഉണ്ട്. I 1 2 I. N 2 ടൈംസ് ഉണ്ട്. T 1 ടൈം ഉണ്ട്. O 1 ടൈം ഉണ്ട്. ടോട്ടൽ എത്ര ലെറ്റേഴ്സ്? 14 ലെറ്റേഴ്സ് ആണ് അസാസിനേഷൻ എന്നുള്ള വേർഡിൽ ഉള്ളത്. ഇതിൽ നിന്ന് ഈ 14 ലെറ്റേഴ്സ് ഉള്ള വേർഡിൽ നിന്ന് ഇതിൽ നിന്ന് 3 ലെറ്റർ സെലക്ട് ചെയ്യണം. 3 എണ്ണം സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം എന്താവണം? എസ് ആവണം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സോ പ്രോബബിലിറ്റി ഓഫ് ഓൾ ആർ എസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്. എത്ര എസ് ഉണ്ട്? 5 എസ് ആണ് ഉള്ളത്. അതിൽ നിന്ന് എത്ര എണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് വരണം? 3 എണ്ണം സെലക്ട് ചെയ്യണം. ഒന്നിൽ കൂടുതലാണെങ്കിൽ കോമ്പിനേഷൻ 5C3 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു? ഇതിലെ അസാസിനേഷൻ എന്നുള്ള വേർഡില് 14 ലെറ്റർ ഉണ്ട്. അതിൽ നിന്നാണ് 3 എണ്ണം സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് 2 ആർ എ. സെലക്ട് ചെയ്യുന്ന 2 എണ്ണം എ ആവണം, 1 എണ്ണം എൻ ആവണം.
which is equal to, അപ്പൊ നോക്കൂ എത്ര എ ഉണ്ട്? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 3 എ ആണ് ഉള്ളത്. ഇതിൽ നിന്ന് എത്ര എണ്ണം കിട്ടണം? 2 എണ്ണം കിട്ടണം. 3C2. ഇനി എത്ര ലെറ്റേഴ്സ് ആണ് ടോട്ടല്? 3 ലെറ്റേഴ്സ് ആണ്. ഇപ്പൊ 2 എണ്ണേ ആയുള്ളൂ. ഇനി അടുത്ത ലെറ്റർ എന്താവണം എന്നാ പറഞ്ഞത്? എൻ ആണ് വരേണ്ടത്. ഒരു എൻ ആവണം. എൻ എത്ര എൻ ഉണ്ട് നോക്കൂ, 2 എൻ ആണുള്ളത്. ഇതിൽ നിന്ന് ഒരെണ്ണം കിട്ടണം. ഡിവൈഡഡ് ബൈ 14 നിന്ന് 3 ലെറ്റർ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. Then last one, probability of exactly 1 is I. സെലക്ട് ചെയ്യുന്നതിലെ ഒരെണ്ണം എന്തായാലും I എന്നുള്ള ലെറ്റർ ആവണം. അപ്പൊ നോക്കൂ എങ്ങനെ വരും അത്? സെലക്ട് ചെയ്യുമ്പോൾ I എത്ര എണ്ണം ഉണ്ട് നോക്കൂ, 2 എണ്ണാണ് ഉള്ളത്. ഈ 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എന്തായാലും വരണം. ഐ ഒഴിവാക്കിക്കൊണ്ട് നോക്കിയാല് ബാക്കി ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് ഉള്ളത് നോക്കൂ, എ, എസ്, എൻ, ടി, ഒ. ടോട്ടൽ എത്ര ലെറ്റേഴ്സ്? 14. 14-ല് 2 എണ്ണം മാത്രമാണ് ഐ ഉള്ളത്. അപ്പൊ ബാക്കി ഇനി എത്ര ലെറ്റേഴ്സ് ആയി മാറി? 12 ലെറ്റർ ആണുള്ളത്. ഈ 12 ലെറ്ററിൽ നിന്ന് ഏത് ലെറ്റർ വേണമെങ്കിലും ബാക്കി 2 എണ്ണം ആവാം. അതല്ലേ ഇതിനർത്ഥം? ഒരെണ്ണം എന്തായാലും ഐ ആവണം, ബാക്കിയുള്ളത് ഏത് ലെറ്റർ വേണമെങ്കിലും ആവാം. ഡിവൈഡഡ് ബൈ ടോട്ടൽ 14 ലെറ്റേഴ്സിൽ നിന്നാണ് 3 എണ്ണം സെലക്ട് ചെയ്യേണ്ടത്. സോ കോമ്പിനേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുപോലുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ധാരാളം കാണാൻ സാധിക്കും. ചെയ്തു നോക്കുക. പ്രാക്ടീസ് ചെയ്യാതെ പ്രോബബിലിറ്റി പ്രോബ്ലംസ് നമുക്ക് തനിയെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ഇതേ ഇഷ്ടം പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സില് പ്രോബബിലിറ്റിന്റെ തന്നെ ആൾജിബ്ര ഓഫ് ഈവൻസ് ടോപ്പിക്കുമായിട്ടാണ് ടീച്ചർ വരിക. ഓക്കെ. If you like the video, please subscribe and press the bell icon.